സാന്ദ്രതയേറിയ ഒട്ടേറെ ഭാവങ്ങളും ഓർമ്മകളുമായാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അനേകം ശ്രദ്ധേയരും മഹത്വവും നന്മയും അറിവുമുള്ള വ്യക്തികളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമായി, ഒരു സുഖമായ ഓർമ്മയായി അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിലേറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് പവനേട്ടൻ. ഞാൻ അങ്ങനെയാണ് വിളിച്ച് ശീലം. ആ കുടുംബത്തിലെ ഒരംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഹൃദ്യമായ സ്നേഹബന്ധങ്ങൾ, വികാരഭാവങ്ങൾ എനിക്ക് പവനേട്ടനുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വശങ്ങളെ അപഗ്രഥിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പലതും ഒത്തുചേർന്ന സമന്വയിച്ച ഒരു വ്യക്തിപ്രഭാവമായിരുന്നു പവനേട്ടൻ്റേത്. അദ്ദേഹത്തിൻ്റെ മിക്ക ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്തിടപെടാൻ അദ്ദേഹം തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി വന്ന കാലം മുതൽ അവസാനം വരെ ഏറ്റവും അടുത്തിടപെടാനും അദ്ദേഹത്തിൻ്റെ രീതികളെ, അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷതകളെ, വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധികളെ, ഹൃദയവിശാലതയെ, നന്മയെ, കലർപ്പില്ലാത്ത മനുഷ്യസ്നേഹത്തെ കുറിച്ചൊക്കെ അടുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നുണ്ട്. പ്രധാനമായും അദ്ദേഹത്തെ നയിച്ച ചില ആദർശങ്ങളാണ്. അമരമില്ലാത്ത തോണിയാണല്ലോ ആദർശമില്ലാത്ത ജീവിതം. ആ ആദർശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് യുക്തിവാദവും കമ്മ്യൂണിസവുമാണ്. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ അധ്യക്ഷനും പ്രൊഫസർ രവീന്ദ്രനാഥും ഒക്കെ സൂചിപ്പിച്ചതുപോലെ യുക്തിവാദ പ്രസ്ഥാനത്തിന് എന്ന് തന്നെ പറയട്ടെ, കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഉള്ള സ്ഥാനം വളരെ വലുതാണ്. കേരളത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ യുക്തിവാദ പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ വാക്കുകൾ പറഞ്ഞാൽ ഒരു വിചാര വിപ്ലവമാണ് അത് സാധിച്ചത്. അനേക രീതിയിൽ അവരുടെ എല്ലാം ഒരു പ്രത്യേകത, അവർക്കെല്ലാം ഇപ്പോൾ പവനേട്ടനെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു നവോത്ഥാന മനുഷ്യൻ, ഒരു റിനൈസൻസ് മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ മഹിമകളും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതിലൊന്ന് ഈ യുക്തിബോധമാണ്. കേരളത്തിൽ വളരെ ശ്രദ്ധേയരായ ആൾക്കാർ നമുക്കറിയാമത്. MC ജോസഫിനെ പോലെ, രവിവർമ്മ തമ്പാനെ പോലെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ പോലെ, വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലെ, സഹോദരനയ്യപ്പനെ പോലെ ഒക്കെയുള്ള വളരെ ശ്രദ്ധേയരായ, വളരെ നന്മ നിറഞ്ഞ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായിരുന്നു യുക്തിവാദ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. അതിലേറ്റവും ഉജ്ജ്വലമായ വ്യക്തിത്വം ശ്രീ പവനൻ്റേതാണ്. ഞാൻ ഓർക്കുന്നു, പവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസിക യുക്തിരേഖയാണ്. ഇഷ്ടപ്പെട്ട വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളായ ശ്രീലേഖയുമാണ് എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ യുക്തിവാദം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ തലമായിരുന്നു. കേരളത്തിലെ ആ കാലഘട്ടങ്ങളിൽ അത് ഉണ്ടാക്കിയ വളർച്ചയെപ്പറ്റി MC ജോസഫിനെ പറ്റി കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സാനുമാഷ് വളരെ ഭംഗിയായി യുക്തിവാദ പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ഭംഗിയായി പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അപ്പോൾ രണ്ട് ആദർശങ്ങളെ തൻ്റെ ഹൃദയത്തിൽ ശ്രീ പവനൻ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഒന്ന് യുക്തിവാദം, അതിൽ നിന്നുണ്ടാകുന്ന മനുഷ്യസ്നേഹവും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ എതിർക്കുകയും പ്രൊഫസർ രവീന്ദ്രൻ ഇവിടെ വിശദീകരിച്ചതിലുള്ള സയൻറ്റിഫിക് ടെമ്പറും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹത്തിന് ചലനമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വളരെ വലുതാണ്.
യുക്തിവാദത്തോടൊപ്പം തന്നെ പറയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആദർശം കമ്മ്യൂണിസമായിരുന്നു. യുക്തിവാദ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നയിച്ച ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് ആദർശങ്ങളായിരുന്നു. അതിൻ്റെ സൂക്ഷ്മാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ശക്തിയും ചൈതന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളുടെ ക്രിയാത്മകമായ വ്യാഖ്യാനമാക്കാൻ വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച വ്യക്തിയായിരുന്നു പവനെന്ന് നമുക്കറിയാവുന്നതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ആത്മാർത്ഥതയാണ്. ഏത് കാര്യങ്ങളോടും അദ്ദേഹം പുലർത്തിപ്പോകുന്ന ആത്മാർത്ഥത എന്ന് പറയുന്നത് അദ്ദേഹം ഈ അടുത്ത ഇടപെട്ടവർക്കെല്ലാം അറിയാം. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുമ്പോഴും ഏത് കാര്യങ്ങളുമായി വരുമ്പോഴും ചിന്ത ചെതലിന് പാട്ടം കൊടുക്കാതെ വളരെ ആത്മാർത്ഥമായി ഏറ്റവും അധികം ആത്മാർത്ഥതയോടുകൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത പവനെ സംബന്ധിച്ചിടത്തോളം അടുത്തായിരുന്നവർക്കെല്ലാം അറിയാം. വളരെ മനസ്സിന് വികാസമുണ്ടായിരുന്ന, വലിപ്പമുണ്ടായിരുന്ന, ഹൃദയവിശാലതയുണ്ടായിരുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേന്മ. മറ്റൊന്ന് സഹജീവി സ്നേഹമാണ്. ഇതൊക്കെ ഒന്നിച്ച് വരുന്നതാണ്. സമസ്ത മാനുഷികത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് നിരവധി ഉദാഹരണങ്ങൾ പറയാം. ദാക്ഷിണ്യം. ശ്രീമതി പവനൻ അവരുടെ ഗ്രന്ഥത്തിൽ ഈ പവനുണ്ടായിരുന്ന ഈ ഗുണങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ലോകത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ചില വീക്ഷണങ്ങളുണ്ട്. ഒന്ന് ഇമ്മാനുവൽ കാന്റിൻ്റേതാണ്. ഐ തിങ്ക് സോ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട്. കുറേ കൂടി കാലം കഴിഞ്ഞപ്പോൾ ആൽബർട്ട് കാമുവിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ ആൽബർട്ട് കാമുവിൻ്റെ ആശയങ്ങൾക്ക് പ്രസക്തി വന്നു. ഐ റബൽ സോ ഐ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട് എന്ന് കാന്റ്. ഞാൻ പ്രതിഷേധിക്കുന്നു, അതുകൊണ്ട് ഞാനുണ്ട് എന്ന് ആൽബർട്ട് കാമു. ഈ രണ്ട് ആശയങ്ങളെയും തന്നിൽ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു പവനൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പലപ്പോഴും ജീവിതത്തിൻ്റെ തമോമയമായ ദശാസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഇത്തരം ഉദാരമായ ആശയങ്ങളെ ഹൃദയവിശാലതയോടെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഭാഗം. അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിശദമായി പിന്നീട് പറയുന്നത് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളിലും പല പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ധർണകൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ വിസ്തരിച്ച് പറയാവുന്ന രീതിയിൽ അതിലേക്ക് ഈ റബല്യൻ്റെ നേച്ചറുണ്ട്. കാമുവിൻ്റെ ലോകത്തിലെ തന്നെ പ്രസിദ്ധമായ 10 പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിക്കപ്പെട്ട റബലിൻ്റെ ഒരു അധ്യായത്തിൽ റവല്യൂഷനും റബല്യനും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവർ പറയുന്നുണ്ട്. റവല്യൂഷനേക്കാളും ഊന്നൽ കാമു നൽകുന്നത് റബല്യനാണ്. കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ വിപ്ലവകാരി റബല്യൻ്റെ ഉടമ എന്ന് പവനെ വിശേഷിപ്പിച്ചാൽ അതല്പം അത്യുക്തിയാണെങ്കിലും അസ്ഥാനത്തല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ധാരാളം ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ബാലഭവനെക്കുറിച്ച് പറയുമ്പോഴും അവിടെയൊക്കെ നടത്തിയ സമരങ്ങളിൻ്റെ ഓർമ്മ വരുന്നു. അനേകം പ്രതിരോധ പരിസ്ഥിതി പ്രവർത്തനങ്ങളെക്കുറിച്ചായാലും ഒക്കെ തന്നെ സമൂഹത്തിലെ അനീതികൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കുമെതിരായി സദാ അടരാടിയ ഒരു വ്യക്തിയായിരുന്നു പവനൻ. സദാ എന്ന് പറയുമ്പോൾ സുകുമാർ അഴീക്കോടിൻ്റെ ലേഖനം എൻ്റെ ഓർമ്മ വരുന്നു. എന്നും പ്രവർത്തന നിരതനായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനൊരു പ്രത്യേക സവിശേഷത അതായിരുന്നു. പ്രവർത്തിക്കുക, നിരന്തരമായി അവിരാമം പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിശദീകരിക്കും സ്ഥാപനങ്ങൾ. അദ്ദേഹം ഇടപെട്ട സ്ഥാപനങ്ങളെല്ലാം അത് പൗരശക്തിയിലായാലും ദേശാഭിമാനിയിലായാലും 9 വർഷം സാഹിത്യ അക്കാദമിയിലെ സെക്രട്ടറി ആയിട്ടായാലും സംഗീത അക്കാദമിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായാലും ബാലഭവൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായാലും എന്തിലും ഏതിലും യുക്തിവാദി പ്രസ്ഥാനം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതിലും അതിൽ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊക്കെ ഒരു പുതിയ രൂപം നൽകുവാനും മനുഷ്യത്വത്തിൻ്റെ മുഖം നൽകുവാനും വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ യുക്തിവാദത്തെ പറ്റി തന്നെ പവനൻ്റെ 3 പുസ്തകങ്ങളുണ്ട്. അതിലൊക്കെ ഒന്ന് കടന്നുപോയാൽ മനസ്സിലാവും. ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിനെ ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ യുക്തിവാദം ഒരു പുസ്തകമുണ്ട്. അതിൽ 8 പ്രൗഢ ലേഖനങ്ങൾ
യുക്തിവാദത്തെ അദ്ദേഹം എങ്ങനെ മനസ്സിലേറ്റി, അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്ത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ശാസ്ത്രീയമായ സമീപനത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ അതുപോലെ ലോകത്തിലെ പ്രസിദ്ധരായ യുക്തിവാദ ഇപ്പോൾ ഇംഗർസോളിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ആ രീതിയിലുള്ള ഇതാണ്. പിന്നെ നല്ലൊരു പ്രസന്നമായ ശൈലിയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ഈ യുക്തിവാദം എന്ന പുസ്തകത്തിൻ്റെ അവതാരിക കുറ്റിപ്പുഴയാണ്. കുറ്റിപ്പുഴ അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മിതവും പ്രസന്നവുമായ പ്രതിപാദന രീതിയെക്കുറിച്ച്, പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ച്, ഒട്ടും ഔദ്യത്യമില്ലായ്മയെക്കുറിച്ച്, വിദണ്ഡവാദമില്ലാത്തതിനെക്കുറിച്ച് ഒക്കെ കുറ്റിപ്പുഴ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. മറ്റൊരു പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ യുക്തിവാദത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാട് എങ്ങനെ അദ്ദേഹം തീർത്തു എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. യുക്തിവാദത്തിനൊരു മുഖവുര എന്നിട്ടൊരു പുസ്തകം അദ്ദേഹം 83 എഴുതി. നല്ല പുസ്തകം, യുക്തിവാദികൾ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു പുസ്തകം. 3 ഭാഗങ്ങളായി യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ്. പിന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പുസ്തകം. ഞാനൊരു യുക്തിവാദി അല്ല, അതിനപ്പുറം പലതുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ പവനോട്ടനുമായുള്ള സ്നേഹബന്ധം കാരണം ഒരു കാലഘട്ടത്തിൽ ഒരു 10 കൊല്ലത്തോളം ഞാൻ യുക്തിവാദത്തിൻ്റെ പറ്റിയുള്ള പ്രഭാഷണം നടത്തിയിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അവരുടെ ഒരു മനുഷ്യത്വമുണ്ട്, ഒരു വലിയ ജീവിതത്തെ പറ്റിയുള്ള വലിയ സങ്കല്പങ്ങളുണ്ട്. ഞാൻ ബ്രഹ്മാനന്ദ ശിവയോഗിയെപ്പറ്റി CMS സ്കൂളിൽ സുകുമാരഴീക്കോടും കനായൻ നമ്പ്യാരും ഒക്കെ പവനേട്ടനും ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ ഞാനായിരുന്നു പ്രബന്ധകാരൻ. ഇതാണ്. ആ രീതിയിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയെ പറ്റി നല്ല പുസ്തകമാണ്. അത്തരം നല്ല പുസ്തകങ്ങൾ മലയാളത്തിലില്ല. അപ്പോൾ യുക്തിവാദത്തോടുള്ള തൻ്റെ കടപ്പാട്, തൻ്റെ യുക്തിരേഖ എന്നുള്ള ദീർഘകാലത്തെ മാസികകളെത്തിയതിലൂടെ മാത്രമല്ല, ഈ പ്രസിദ്ധമായ 3 ഗ്രന്ഥങ്ങളിൽ വരുന്ന ആശയങ്ങളെ ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളൂ. അത് അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസത്തോടുള്ള കടപ്പാട്, അതും അദ്ദേഹത്തിൻ്റെ അനേകം ഇപ്പോൾ വിപ്ലവ ചരിത്രത്തിൻ്റെ ചില ഏടുകൾ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച്, മാർക്സിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ലെനിൻ, മാർക്സ്, ആംഗൽസ് എന്നിവയെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആത്മാർത്ഥതയാണ്. താൻ ഇടപെട്ട പ്രവർത്തനങ്ങളോടെല്ലാം യുക്തിവാദത്തോടും കമ്മ്യൂണിസത്തോടും അതിന് രണ്ടിനെയും തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനോട് തനിക്കുള്ള കടപ്പാട് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെയും തൻ്റെ രചനകളിലൂടെയും അദ്ദേഹം ഉണ്ടായി. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് സാഹിത്യത്തിലുള്ള താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ എന്ന പുസ്തകം, നവസാഹിത്യം എന്നുള്ള പുസ്തകം, സാഹിത്യ ചർച്ച എന്നുള്ള പുസ്തകം, ഞാൻ അതിലേക്ക് അത് പറയാൻ പറ്റും, ഞാൻ സമയത്തിൻ്റെ ഔചിത്യബോധം കൊണ്ട് തുടരുന്നില്ല. അതിലൊക്കെ ഒരു സമകാലിക സാഹിത്യത്തോടുള്ള ഒരു താല്പര്യം, സമകാലിക സാഹിത്യത്തോട് മാത്രമല്ല ഏറ്റവും പുതിയ എഴുത്തുകാരോടുകൂടി താല്പര്യം കാണിക്കുന്നൊരു പ്രത്യേകത പവനുണ്ടായിരുന്നു എന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന കാലത്തൊക്കെ ഏറ്റവും പുതിയത് കാണാൻ, ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ, നാളത്തെ ലോകത്തെപ്പറ്റി ഒരു സങ്കല്പം, സാഹിത്യത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചൊക്കെ ഒരു വലിയ സങ്കല്പം അദ്ദേഹം പുലർത്തിയിരുന്നു. വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സുഹൃത്ബന്ധങ്ങളാണ്. വളരെ വ്യാപകമാണ് പവനൻ്റെ സ്നേഹബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ്. ഈ ഇൻറ്റിമേറ്റ് ബിഹേവിയർ എന്ന പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ടല്ലോ, അതിൽ എന്താണ് ഇൻറ്റിമസി, എങ്ങനെയൊക്കെ അടുപ്പങ്ങളാവാം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഞാൻ ഓർത്തു പോകുന്നു. അതുപോലെ ജോർജ് സാന്തായൻ, വളരെ പ്രസിദ്ധനായ ചിന്തകൻ, ഹോൺ ഫ്രണ്ട്ഷിപ്പ് എന്ന മനോഹരമായൊരു ലേഖനമുണ്ട്. ഇത് വായിക്കുമ്പോഴൊക്കെ ഞാൻ പവനേട്ടനെ കുറിച്ച് ഓർക്കും. ഇതാണ്. സ്നേഹബന്ധങ്ങളിൽ അദ്ദേഹം കാണിച്ചൊരു പ്രത്യേകത. അനേകം സൗഹൃദങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പരിചയം എന്നിട്ടൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം കേരളത്തിൽ അക്കാലത്തുള്ള ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരെക്കുറിച്ചെല്ലാം, കേളപ്പൻ, EMS, അച്യുതമേനോൻ, AKG, പനമ്പള്ളി, CH കണാരൻ തുടങ്ങി, സഹോദരൻ അയ്യപ്പൻ, K ദാമോദരൻ തുടങ്ങിയവരെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ മനുഷ്യരോട്, മനുഷ്യബന്ധങ്ങളോട്, അവരുടെ പ്രവർത്തനങ്ങളോട്, അവരുടെ ജീവിത വീക്ഷണങ്ങളോട് പവനേട്ടൻ പുലർത്തിയിരുന്ന ഒരു അടുപ്പം, ഒരു മമത, ഒരു സ്ഥായീഭാവത്വം എന്നുള്ളത് വളരെ പ്രശ്നങ്ങളാണ്. അതിൻ്റെ അതൊരു പ്രത്യേകം പഠിക്കേണ്ട വിഷയമാണ്. പവനൻ്റെ ഒരു സൗഹൃദ ലോകം. അതിൽ ONV കുറുപ്പും NV കൃഷ്ണവാര്യരും സൂമാരഴീക്കോടും വക്കിത്തും ഒക്കെ വരും. ഞാൻ വലിയ വീട്ടിൽ മുതൽ സഹോദരൻ അയ്യപ്പൻ മുതൽ ഒക്കെ വരുന്ന ആ ഒരു വലിയ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒക്കെ ഇത്രയധികം സുഹൃത്തുക്കളുണ്ടായിരുന്ന വ്യക്തികൾ കേരളത്തിൽ മറ്റാരുണ്ട് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയേറെ പരന്ന സൗഹൃദം. ഈ തകഴി, കേശവദേവ് ഇതാണ് ഒരർത്ഥത്തിൽ ഇന്നത്തെ കേരളം സൃഷ്ടിച്ചതിൽ
പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി പവനാണെന്ന് പറഞ്ഞാൽ അത് അത്യുക്തിയില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളം വന്ന ആദ്യഘട്ടങ്ങൾ നമ്മൾ പലതും മറന്നു പോകുന്നു. മലയാളികൾക്ക് മറവി കൂടുതലാണ്. ആദ്യഘട്ടത്തിൽ പവനൻ്റെ ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു, കേരളം എങ്ങനെ ജീവിക്കുന്നു. അതിൽ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് 2-3 പേർക്കാണ്. കേരളം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പഠനങ്ങൾ തീർച്ചയായും ഒന്ന് EMSൻ്റെ പുസ്തകമാണ്, കേരളത്തെ മലയാളത്തെക്കുറിച്ചുള്ള. രണ്ടാമതൊന്ന് ചെയ്തത് NV കൃഷ്ണവാര്യരാണ്. കേരളത്തിലെ അതിന് പറ്റിയ ധാരാളം പുസ്തകങ്ങൾ വന്നു. കേരളത്തിലെ കാട്ടുപൂക്കൾ, കേരളത്തിലെ വിഷപ്പാമ്പുകൾ, കേരളത്തിലെ വൃക്ഷങ്ങൾ, അങ്ങനെ ഒരു കേരളം എന്നൊരു അവബോധം ഉണ്ടാക്കി. ഒട്ടും കുറയാതെ പവനേട്ടാണ്, അതാരും പറയാറില്ല. കേരളം എങ്ങനെ ജീവിക്കുന്നു എന്നൊരു പരമ്പര ആ കാലത്ത്, ആദ്യം കേരളം വന്ന കാലത്ത് കേരളം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ പരമ്പരയിലൂടെ ഓരോ സ്ഥലത്തുമുള്ള ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായി ഒരു കാന്തദിശയോടുകൂടി പവൻ എഴുതി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്. സഹോദരനയ്യപ്പനൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ, കേദാമോഹനുമായിട്ടുള്ള ബന്ധങ്ങൾ, വീട്ടിയുമായിട്ടുള്ള ബന്ധങ്ങൾ, അത് വ്യക്തികളുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, മൂല്യങ്ങളുമായി. ഇപ്പം MN ഗോവിന്ദനാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ മിസ്സിസ് പവൻ എന്നെ എഴുതിയിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കാലമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഹൃദ്യമായ കാലമെന്ന്. അതിന് അവർ പറയുന്നത് കാലം ഹൃദ്യമായ സൗഹൃദം കൂടിയാണ്. അച്യുതമേനോനെ പോലെയും ഉണ്ണിരാജയെ പോലെയും ഒക്കെയുള്ള MN ഗോവിന്ദനാരെ പോലെയൊക്കെയുള്ള അത്ര വലിയ വ്യക്തികളുമായും ആ കുടുംബങ്ങൾക്കുമായി ഉണ്ടായിരുന്ന വളരെ ഹൃദ്യവും വളരെ വിശുദ്ധവും എന്ന് പറയാവുന്ന ബന്ധത്തിൻ്റെ ഒരു ചിത്രം അവർ വരച്ചു വെക്കുന്നുണ്ട്. അതൊക്കെ പവനൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഇതാണ്. പിന്നെ അനുഭവങ്ങൾ ഇതാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ മലയാളത്തിലെ ഒരു വിമർശകൻ പവനെ ഒന്ന് പരിഹസിച്ചിട്ടുണ്ട്. പവനൻ്റെ ആത്മകഥ ഞാനതിൻ്റെ അടുത്ത് നിന്നവരാ. പവനൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ ആക്കുന്നതിൽ അതൊക്കെ എഡിറ്റ് ചെയ്യുന്നതിൽ സ്നേഹം കൊണ്ടും സൗമനസ്യം കൊണ്ടും എന്തൊക്കെയോ കൊണ്ട്, വാത്സല്യം കൊണ്ട് എന്ന് പറയട്ടെ, ഏറ്റവും അധികം പങ്കെടുത്ത് കടാങ്കോട് പ്രഭാകരനും ഞാനുമായിരുന്നു. ഞങ്ങളാണത് അതിന് ഉണ്ടാക്കിയത്. കോട്ടയത്ത് വെച്ച് അതിൻ്റെ റിലീസിന് ഞങ്ങൾ പോയിരുന്നു. ഞാനാണ് ആ പുസ്തകത്തെ അന്ന് പരിചയപ്പെടുത്തിയതെന്ന് എൻ്റെ ഒരു അഭിമാനമാണ്. യുക്തിവാദവുമായി അടുപ്പമില്ലാത്ത ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അത്രയും അംഗീകരിക്കാത്ത ഒരാൾ എന്നെനിക്ക് എന്നെപ്പറ്റി ഒരു മതിപ്പുണ്ട്. പക്ഷെ അപ്പോഴും പവനെ പോലുള്ള വലിയ വ്യക്തികൾ, വലിയ സങ്കല്പങ്ങൾ, വലിയ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന കലർപ്പില്ലാത്തൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ രീതികൾ വളരെ വലുതായതായിരുന്നു. അതിലെല്ലാം അപ്പോൾ പവനുണ്ടായ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആത്മകഥയ്ക്ക് അവതാരിക MT ആണ്. അതിൽ MT പറയുന്നുണ്ട് ഈ പവനൻ്റെ പ്രതിപാദന രീതിക്ക് ഒരു കഥാകൃത്ത് പവനിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നൊരു നിരീക്ഷണം MT വാസുദേവനാരും നടത്തുന്നുണ്ട്. ആ അനുഭവത്തിൻ്റെ ആത്മകഥയൊക്കെ വായിച്ചാലറിയാം. തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ 2 ഉണ്ട്. NBS പബ്ലിഷ് ചെയ്ത്, കേരള സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്ത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ഏതെല്ലാം തലങ്ങളിലേക്ക് മനസ്സ് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഓർക്കുന്നു. എത്ര കലർപ്പില്ലാത്ത മനുഷ്യ സ്നേഹം, നാളത്തെ മനുഷ്യനെ പറ്റിയുള്ള രവി ഒക്കെ സൂചിപ്പിച്ച പോലെ പുതിയ മനുഷ്യനെ പറ്റിയുള്ള വലിയ സങ്കല്പങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, റിനൈസൻസ് മാൻ എന്ന് പറയാവുന്ന രീതിയിൽ. ഇതാണ് സദാഗതിയായ പവനൻ എന്ന് അഴീക്കോട് സാറിൻ്റെ മനോഹരമായ ലേഖനമുണ്ട്. ഇതാണ് അനുഭവങ്ങളുടെ തീയും കുളിരും എന്ന് ONV കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വളരെ ശരിയാണ്. അത്രയേറെ മനുഷ്യസ്നേഹവും അത്രയേറെ തളരാതെ രോഗത്തിൻ്റെ പിടിയിൽപ്പെടുന്നത് വരെ ലോകത്തെ ഓർത്ത്, മനുഷ്യനെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത്, മനുഷ്യൻ്റെ ശാസ്ത്രബുദ്ധിയെ ഓർത്ത്, പുരോഗമനത്തിൻ്റെ പുതിയ തലങ്ങളെ ഓർത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വരുന്ന അപജയങ്ങളെക്കുറിച്ച് വിലപിച്ച് ഒക്കെ തന്നെ പവനൻ എഴുതിയ മനോഹരങ്ങളായ ആ അനുഭവങ്ങളുടെ ഒരു പരമ്പര എന്ന് പറയുന്നത് മലയാളത്തിൽ മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ളതാണ്. അതുപോലെ കേരളത്തിൻ്റെ ആധുനീകരണത്തെക്കുറിച്ച്, കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച്, അതോടൊപ്പം അതിൻ്റെ ഒരു പ്രത്യേകത സേവന തൃഷ്ണയാണ്. ആൾക്കാർ മനസ്സിലാക്കാത്ത. ഇപ്പോൾ ചേച്ചിക്കറിയാം, ഞാനത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. എപ്പോഴും കുറേ മണി ഓർഡർ ഫോമും ഉണ്ടാവും. ശമ്പളമില്ലാത്ത കാലത്ത് പോലും, താൻ ലേഖനം എഴുതി കുടുംബം പോറ്റേണ്ടി വന്ന കാലത്ത് പോലും എല്ലാ മാസവും കുറേ പേർക്ക് അയച്ചു കൊടുക്കും. ചേച്ചി ശോഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ട ഒരു കൗതുകം, കേരളത്തിലെ വലിയ, ഞാനൊന്ന് പ്രസംഗവശാൽ പറഞ്ഞു പോകുന്നതാണ്, ചേച്ചിയൊക്കെ കാണുമ്പോഴുള്ളൊരു ഓർമ്മ, വലിയ പല എഴുത്തുകാർക്കും അവരുടെ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര
വിമർശനം കിട്ടും. പവനത് ഏറ്റവും എന്ന് മാത്രമല്ല, ഒരു 3 ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കൈതിക്കൂട്ടി പറയല്ല. കേസിൽ സ്വദേശാഭിമാനിയുടെ ഭാര്യയ്ക്ക് സ്വദേശാഭിമാനിച്ച് മതിപ്പ് കുറവാണ് ആണ്. റോസിക്ക് CJ തോമസിനെ കുറിച്ചല്ല മതിപ്പ്, അച്ഛനെക്കുറിച്ചാണ്, MP പോളിനെ കുറിച്ചാണ്. ഉറങ്ങാത്ത സിംഹം എന്ന പുസ്തകം വായിച്ചാൽ അറിയാം. ഇവനെൻ്റെ പ്രിയ CJ നല്ല പുസ്തകമാണ്. പക്ഷേ എനിക്ക് റോസിയായിട്ട് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. റോസിക്ക് CJയെക്കാളും മതിപ്പം അതൊക്കെ അപ്പനാണ് എന്നുള്ള കണക്കാണ്. അതാണ് പവനേട്ടൻ്റെ ഭാര്യയ്ക്കും അതെ, പവനോടല്ല മതിപ്പ്, അത് എൻ്റെ സഹോദരൻ CP ആണ്. തൻ്റെ വലിയ നെഹ്റുവിന് പോലും മതിപ്പുണ്ടായിരുന്ന ജേർണലിസ്റ്റ് അവരുടെ സഹോദരനാണ്. മതിപ്പൊക്കെ സഹോദരനെ കുറിച്ചാണ്. പവന് എപ്പോഴും വിമർശനമാണ്. ഞാൻ ജീവിതത്തിൽ പലപ്പോഴും അടുത്ത് നിന്ന് ഞങ്ങൾ ഒരു പവനൻ സ്മാരക സമിതി ഉണ്ടായിരുന്നു. ആദ്യം P. ഗോവിന്ദപ്പിള്ളിയും പിന്നെ രാജേന്ദ്രനും അതിൻ്റെ പ്രസിഡൻ്റായി, ഞാനതിൻ്റെ സെക്രട്ടറിയായി, പ്രൊഫസർ ഹരിദാസും ഗണേശനും തമ്പിയും ഞങ്ങൾ നല്ല ടീമായിരുന്നു. ഞങ്ങൾ കളാങ്കോളും പ്രഭാകരനും ഒക്കെ ചേർന്ന്. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായി വീട്ടിൽ കൂടുകയും സംസാരിക്കുകയും അന്ന് പവനേട്ടനും ഒക്കെ പലപ്പോഴുമായിട്ട് ആണ്. അപ്പോഴൊക്കെ കാണാം പവനേട്ടനെ ഏറ്റവും അധികം വിമർശനം നേരിട്ട് എവിടെ നിന്നായിരിക്കും, വീട്ടിൽ നിന്നായിരിക്കും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതുകൊണ്ട് ഒരു വിമർശനത്തിൻ്റെ സഹിഷ്ണുതയുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. കലർപ്പില്ലാത്ത സ്നേഹമുണ്ട്. പവനപർവ്വം വായിച്ചാൽ അറിയാം. അവരുടെ അതിനുശേഷമുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് അതൊരു സ്നേഹത്തിൻ്റെ കുറവൊന്നുമില്ല. അതാണ് ആ രീതിയിലുള്ളൊരു ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കൽ പവനൻ്റെ ഒരു വലിയ പ്രത്യേകത. അപ്പോൾ ഒരിക്കലും അലർജിക്കല്ല, വിമർശനത്തിനോട് അലർജി ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷത അതാണ്. ആർക്കും വിമർശിക്കാം. ഞാൻ പവനേട്ടനെ എത്രയോ തവണ വിമർശിച്ചിട്ടുണ്ട്, സ്വല്പം പരിഹസിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതൊന്നും സ്നേഹത്തെയോ സൗഹൃദത്തെയോ വാത്സല്യത്തെയോ ഇഷ്ടത്തെയോ മമതയെയോ ഒട്ടും ബാധിച്ചിരുന്നില്ല. പിന്നീട് കണ്ട അദ്ദേഹത്തിന് അവസാന കാലത്ത് ഉണ്ടായിരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങളിലൂടെയും വിമർശനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ചിലപ്പോൾ സാഹിത്യക്കാലങ്ങളുടെ എക്സിക്യൂട്ടീവ് തന്നെ അന്നത്തെ കാലത്ത് വളരെ പ്രബുദ്ധമായിരുന്നു. ഒരുവണ്ണം പവനേട്ടൻ വിഷമിച്ചു പോയിട്ടുണ്ട്. സെക്രട്ടറിനെ മാറ്റി നിർത്തിയിട്ട് എക്സിക്യൂട്ടീവ് ചേർന്നു. സെക്രട്ടറി ഇല്ലാതെ സുമാനോടിക്കോളിൻ്റെയും ONV ഗ്രൂപ്പിൻ്റെയും CP ശ്രീധരൻ്റെയൊക്കെ കാലം അതുകൊണ്ട് അന്യോന്യം അംഗീകരിക്കാതിരിക്കുക, അന്യോന്യം ഏറ്റുമുട്ടാനുള്ള. പക്ഷെ അതിലൊന്നും ഒരു കുലുങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല പവനേട്ടൻ. കാര്യങ്ങളോടൊക്കെ നേരിടാനും സമയത്തോടെ നേരിടാനും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവർത്തിച്ച സ്ഥാപനങ്ങളെല്ലാം ഞാൻ നീട്ടി പറയുന്നതിന് സമയത്തിൻ്റെ പൊയ്യുമാണ് ഏറ്റവും മേന്മയുള്ളതാക്കി തീർത്തത് പവനേട്ടൻ്റെ പരിശ്രമം കൊണ്ടാണ്. അദമ്യമായ ക്ഷമ, കഠിനമായ പരിശ്രമം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സഹാനുഭൂതി എല്ലാം. ഞാനത് അതൊക്കെ സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ ചില മൂല്യങ്ങളാണ്. ഒരു അതിർത്തി വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതാണ് അത്. ഈ സഹാനുഭൂതി നമ്മൾ മാസം തോറും പലർക്കും ചെറിയ സംഖ്യയാണെങ്കിലും മണി ഓർഡർ അയക്കുക. അത് KP കേശവനുണ്ടായിരുന്നു, കേളപ്പനുണ്ടായിരുന്നു, AKജിക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പവനതുണ്ടായിരുന്നു എന്ന് ഞാൻ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ആണ് എല്ലാ മാസവും തനിക്ക് വരുന്ന കത്തുകളിൽ വിഷമം അനുഭവിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു സംഖ്യ കൃത്യമായി. പവനേട്ടൻ വയ്യാതെ കിടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഈ മണി ഓർഡർ ഫോം ഉണ്ടായിരുന്നു എന്ന് ചേച്ചിക്കും രേഖയ്ക്കൊക്കെ അറിയാം. അതാണ് ആ രീതിയിലുള്ളൊരു വലിയ മനസ്സ്, ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതിനിടയിൽ ഒരു ആധുനിക വീക്ഷണം, നവോത്ഥാന ബോധം, സേവനനിഷ്ഠ, മനുഷ്യനായി ലോകത്ത് മനുഷ്യനായി വളരണം, പിന്നെ വരുന്നവരെല്ലാം മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയതാക്കി മാറണം എന്നുള്ള ഒരു വലിയ മനോഭാവം അദ്ദേഹത്തിന്. അതൊരു പ്രബുദ്ധതയാണ്, ഒരു പ്രബുദ്ധതയുടെ മനോഭാവം അദ്ദേഹത്തിന്. നല്ല മനുഷ്യനാണ്. ഒരു ജീവിതഗത്യ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും രംഗത്തുമുള്ള നിരവധി പേരുമായി അടുത്തിടപെടാനുള്ള, അവരുടെ സ്നേഹവും വാത്സല്യവും ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ധന്യത. അത് വീട്ടി ഭട്ടതിരിപ്പാടായാലും സാനുമാഷായാലും ഗോവിന്ദനായാലും നീണ്ടു നിൽക്കുന്നൊരു നിരയുണ്ട്. വലിയ ആൾക്കാരുമായിട്ടുള്ള അടുപ്പവും സ്നേഹവും അതിലൊക്കെ പവനേട്ടൻ ജ്വലിച്ചു നിൽക്കുന്നതാണ്. അടുത്ത് നിന്ന് ദീർഘമായി പരിചയപ്പെട്ടാൽ അറിയാം. ഒരു സന്തോഷം. അവരെല്ലാവരും എഴുത്തുകാരായി. ചേച്ചി ഇവരുടെ പവനപർവ്വം, രേഖ കവിയും എഴുത്തുകാരനാണ്. അന്താരാഷ്ട്ര പ്രശസ്തിയായ എഴുത്തുകാരനാണ് സുരേന്ദ്രൻ. ഇപ്പോഴും ഇന്നും വരെ
അമേരിക്കയിൽ നിന്ന് പുതിയ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് ഇന്ന് പവനെ പറ്റി ലേഖനമുണ്ട് മാതൃഭൂമിയിൽ. മകൻ രാജേന്ദ്രൻ. കുടുംബത്തിലെല്ലാവരും എഴുത്തുകാരായി എന്നുള്ളത് പവനേട്ടൻ്റെ ഒരു എന്താണ് ഉപഗുപ്തമായ സന്തോഷമായിരുന്നു എന്ന് എനിക്ക്. മക്കളൊക്കെ അവസാനമാകുമ്പോൾ തന്നെ വിമർശിക്കും, അത് വേറെ കാര്യം. പക്ഷേ അവരെല്ലാം ഒരു നല്ല നിലയിൽ എത്തിയെന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി. പക്ഷെ അതോടൊപ്പം മുഴുവൻ സമസ്ത വിശദോദൃഷ്ടി എന്ന് വ്യാസനൊക്കെ പറയുന്ന ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെയേറെ ഞാൻ നീട്ടി പറയുന്നത് ശരിയല്ലോ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെപ്പറ്റി, രചനകളെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റും. വലിയ വലിയ ആൾക്കാരെ പറ്റി പുസ്തകങ്ങൾ, ഒരു ട്രഡീഷനും ഉണ്ട്, അത് മറന്നുകൂടാ. കുട്ടമത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണല്ലോ, കുട്ടമത്തിൻ്റെ സഹോദരപുത്രനാണല്ലോ പവനൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ട്രഡീഷൻ, സാഹിത്യബോധം, കലാബോധം, ഏറ്റവും നല്ല പുസ്തകമാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല ജീവചരിത്രങ്ങളിലൊന്നാണ് കുട്ടമത്തിനെ പറ്റി പവൻ എഴുതി. മറ്റുള്ളവർ പറയാം, അഴീക്കോടിൻ്റെ മനോഹരമായ അവതാരിക അതിനുണ്ട്. അതിൽ പവനൻ്റെ രചനാവൈഭവത്തെക്കുറിച്ച്, രചനാവൈഭവം ഇപ്പോൾ പവനേട്ടൻ്റെ എഴുത്ത് വളരെ 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 പുതുമയാർന്നാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനയെപ്പറ്റി അങ്ങനെ വലിയ മതിപ്പില്ലാത്ത ഒരു വിനീതനാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്തുമാത്രം എഴുതി എന്നാണ്. നോബൽ സമ്മാനം കിട്ടിയ T.S. എലിയറ്റ് പറയും, ഒരു എഴുത്തുകാരൻ്റെ പല മേന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അബൻഡൻസ് ആണെന്ന്. പവനേട്ടനത് ബാധക. ധാരാളം വിഷയങ്ങളെക്കുറിച്ച്, ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം എഴുതി. അത് പ്രസാദാത്മകമായ ശൈലിയിൽ, ഒട്ടും കന്മഷമില്ലാതെ, മനുഷ്യസ്നേഹത്തോടു കൂടി വളരെ വളരെ വലിയ ജീവിതം, വളരെ നല്ല ജീവിതം നയിച്ച ഒരു സ്നേഹത്താൽ പ്രചോദിതമായ നന്മ നിറഞ്ഞ ജീവിതം നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പവനേട്ടനോടുള്ള എൻ്റെ സ്നേഹം വളരെ വലുതാണ്. മാത്രമല്ല കേരളം, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കേരളം ഉണ്ടാക്കിയതിൽ, പണ്ട് കേശവദേവ് പറഞ്ഞു ഈ കേരളം ഞങ്ങളുണ്ടാക്കിയതാണെന്ന്. ഞങ്ങൾ സാഹിത്യകാരന്മാർ, ഞാനും തകഴിയും ഒക്കെ ചേർന്നുണ്ടാക്കിയതാണ് ഈ കേരളം എന്നൊരിക്കൽ അഹന്തയോടുകൂടി കേശവദേവ് പറഞ്ഞു. അതിൽ ആ അവകാശവാദം പവനേട്ടനും അർഹിക്കുന്നതാണെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തിനാണ് പവനേട്ടനെ പോലുള്ള ആൾക്കാരുടെ ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത്? എമേഴ്സൺ പറയും, വലിയ ആൾക്കാരുണ്ടാവുന്നത് കൂടുതൽ വലിയ ആൾക്കാരുണ്ടാകാൻ വേണ്ടിയാണ്. പവനേട്ടനെ പോലെ നന്മയുള്ള, പ്രബുദ്ധതയുള്ള, വിശദോദൃഷ്ടിയുള്ള, കലർപ്പില്ലാത്ത മനുഷ്യസ്നേഹമുള്ള വ്യക്തികൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിന് യുക്തിബോധവും ശാസ്ത്രീയ ബോധവും ഒക്കെ അടങ്ങിയ വലിയ മനുഷ്യന്മാരുണ്ടാകാൻ പ്രേരിപ്പിക്കുന്നതാവണം പവനേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന് മുമ്പിൽ, ആ നന്മയ്ക്ക് മുമ്പിൽ, ആ വലിയ മനുഷ്യന് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.